6ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, കേരള പാഠാവലിയുടെ അവസാനത്തെ പാഠമായ പുഴ എന്ന പാഠവും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം കേരള പാഠാവലി ക്ലാസ്സുകൾ അവസാനിച്ചിരിക്കുന്നു. ഇനിയുള്ളത് അടിസ്ഥാന പാഠാവലിയാണ് 6ാം ക്ലാസ്സിലെ. അപ്പോൾ അതിൽ ലാസ്റ്റ്, അതായത് 3ാമത്തെ യൂണിറ്റാണ് ഇനി നമുക്ക് വേണ്ടത്. ഇപ്പോൾ ചില സ്കൂളുകളിലൊക്കെ പരീക്ഷ ടൈമായി കഴിഞ്ഞു. അതായത് SSLC പരീക്ഷ, SSLC ഹയർ സെക്കൻഡറി ഒക്കെ ഉള്ളിടത്ത് ഇപ്പോൾ ഉടൻ തന്നെ 24ാം തീയതിക്കാണെന്ന് തോന്നുന്നു പരീക്ഷ തുടങ്ങണം. അപ്പോൾ അവിടേക്ക് ഈ ക്ലാസ്സുകൾ ഉപകരിച്ചില്ലെങ്കിൽ പോലും അല്ലാത്ത സ്കൂളുകളുണ്ട്. അപ്പം നമുക്ക് ഉപകരിക്കുന്നവർക്ക് ഇത് ഉപകരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ അടിസ്ഥാന പാഠാവലി ക്ലാസ്സുകളിലൂടെ എടുത്തിടുന്നത്. അപ്പം എല്ലാ കൂട്ടുകാരും സഹകരിക്കുമല്ലോ. വളരെ കുറച്ച് സ്പീഡിലായിരിക്കും എങ്കിൽ പോലും എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും ലതാ സജ്ജു വേൾഡിൻ്റെ ഒരു പുതിയ അടിസ്ഥാന പാഠാവലി ക്ലാസ്സിലേക്ക്, 6ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലി ക്ലാസ്സിലേക്ക് സ്വാഗതം. യൂണിറ്റിൻ്റെ ആദ്യം സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് എന്ന്, അതായത് സ്വാതന്ത്ര്യം തന്നെ ജീവിതം എന്നാണ് യൂണിറ്റിൻ്റെ പേര്. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് എന്ന് പറഞ്ഞത് ആരാണെന്ന് നമ്മൾ ചെറിയ ക്ലാസ് മുതലേ പഠിക്കുന്നുണ്ട്. ബാലഗംഗാധര തിലക് 1917 ചെയ്ത ഒരു പ്രസംഗത്തിൻ്റെ നിന്നും എടുത്തിട്ടുള്ള ചെറിയൊരു ഭാഗമാണ്. സ്വാതന്ത്ര്യം നമ്മുടെ ജന്മാവകാശമാണ്, നമുക്കത് വേണം, അത് കൊതിക്കുന്ന ആത്മാവ് എന്നിൽ സചേതനമായിരിക്കെ എനിക്ക് വാർദ്ധക്യമേശില്ല, അത് അമരമാണ്, കാറ്റിൽ അതിനെ പറത്തിക്കളയാനാവില്ല, ആയുധങ്ങൾക്ക് മുറിക്കാനാവില്ല, അഗ്നിക്ക് ചാരമാക്കാനുമാവില്ല. എന്താണ് അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകളുടെ അർത്ഥം, ഈ വാക്കുകളുടെ പ്രസക്തി എന്താണെന്ന്? അതായത് ഓരോ പൗരനും അവൻ്റെ അവകാശം, സ്വാതന്ത്ര്യം അവൻ്റെ അവകാശമാണ്. എനിക്ക് എവിടെ പോകാൻ പറ്റണം, എന്ത് സംസാരിക്കാൻ പറ്റണം, എന്ത് കഴിക്കാൻ പറ്റണം, എന്ത് ധരിക്കാൻ പറ്റണം എന്നുള്ളത് ഒരു സ്വാതന്ത്ര്യമാണ്. അത് എല്ലാവരുടെയും അവകാശമാണ്. ഇവിടെ പ്രത്യേകിച്ച് അദ്ദേഹം പറഞ്ഞു എൻ്റെ ജന്മാവകാശം എന്ന് പറഞ്ഞ ഈ എല്ലാ മനുഷ്യരുടെ അവകാശമാണ്. നമുക്കത് വേണം, ആ സ്വാതന്ത്ര്യം വേണം. അതിന് വേണ്ടിയിട്ട് അത് കൊതിക്കുന്ന ആത്മാവ് എന്നിലുള്ളത് കൊണ്ട്, കാരണം സ്വാതന്ത്ര്യം എനിക്ക് വേണമെന്നുള്ള ആത്മാവ് എന്നിൽ ഉള്ളത് കൊണ്ട് എന്ത് കഷ്ടപ്പാട് സഹിക്കാനും. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ള നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന മഹത് വ്യക്തികളുടെ വാക്കുകളാണിത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് വേണമെങ്കിൽ ചെയ്യും, എനിക്ക് ഒരിക്കലും അതിൽ ഞാൻ തളരില്ല. വാർദ്ധക്യമാണല്ലോ മനുഷ്യനെ പുറകോട്ട് നയിക്കുന്നത്, പക്ഷെ ആ വാർദ്ധക്യം പോലും എന്നിൽ ഏച്ചില്ല. കാര്യം എൻ്റെ മനസ്സ് സ്വാതന്ത്ര്യം എന്നൊരൊറ്റ കാര്യത്തിൽ പിടിമുറുക്കി നിൽക്കുന്നതുകൊണ്ട് മറ്റൊന്നും എന്നിലേക്ക് പ്രവഹിക്കില്ല. അത് അമരമാണ്. ആ മരം ഒരിക്കലും മരിക്കാത്തത്, സ്ഥിരമായി നിൽക്കുന്നത്. ഒരു കാറ്റിനും ഏത് രീതിയിൽ വന്നാലും, അത് ഏത് രീതിയിലായാലും, മനുഷ്യൻ്റെ അടുത്തു നിന്നാണെങ്കിലും മറ്റു രാജ്യങ്ങളുടെ അടുത്തു നിന്നാലും, എങ്ങനെ ആരിൽ നിന്ന് വന്നാലും, അത് ഇവിടെ കാറ്റെന്ന് ഉദ്ദേശിക്കുന്ന എതിർപ്പിനെയാണ്. എങ്ങനെയൊക്കെ വന്നാലും അതിന് ആ കാറ്റിന് എന്നെ പറത്തിക്കളയാനാവില്ല, ഒരു ആയുധങ്ങൾക്കും എന്നെ മുറിപ്പെടുത്താനാവില്ല, ഒന്നിലും ഞാൻ തളരില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ അവകാശങ്ങൾ എടുക്കാൻ നാം മരണം വരെ സമരം ചെയ്യുക. എന്ത് സഹിച്ച് നമ്മൾ അവകാശം നമ്മൾ നേടിയെടുക്കുക എന്നൊരു നിർദ്ദേശം, ഒരു ഉപദേശമാണ് ഇവിടെ, ഒരു ആഹ്വാനമാണ് ഇവിടെ ഈ പാഠത്തിൽ തരുന്നത്. സ്വാതന്ത്ര്യ സമര സേനാനി ബാലഗംഗാധര തിലകിനെ കുറിച്ച് നിങ്ങൾ ചെറിയ നോട്ട്സുകളൊക്കെ ചെറിയ ക്ലാസ്സിൽ തന്നെ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് ഒന്നുകൂടി ഒന്ന് ഓർമ്മപ്പെടുത്തുക, പരീക്ഷയ്ക്ക് വേണ്ടി റെഡിയാകുക. ഇനി നമുക്ക് വേഗം ഇതിനകത്ത് പറയുന്ന കാര്യതേ ഉള്ളൂ. എന്താണ്? നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ എത്ര കഷ്ടപ്പെട്ടാലും അത് നേടിയെടുക്കുക തന്നെ വേണം. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയില്ലേ, ഇന്ന് നമുക്ക് ആരെങ്കിലും പേടിക്കണോ? ഇരിക്കാനോ? പണ്ട് ഭക്ഷണം കഴിക്കാൻ പോലും ഒരാളെ പേടിക്കണമായിരുന്നു. ഒരു ഇത് ഞാൻ ഓർക്കണം, സിനിമയിലെ ആണെങ്കിൽ പോലും പണ്ട് ബ്രിട്ടീഷ് ഭരണാധികാരി ഇവിടെ വരുമ്പോൾ ജന്മിയുടെ വീട്ടിലേക്ക് ഒരു സിനിമയിലെ ഒരു ഭാഗമാണ്. ജന്മിയുടെ വീട്ടിലേക്ക് വരുമ്പോൾ അദ്ദേഹം കുതിരപ്പുറത്തുനിന്ന് ഇറങ്ങാൻ നേരത്ത് അവിടെയുള്ള ഒരു പാവപ്പെട്ട ഒരു ജോലിക്കാരൻ ഓടിച്ചെന്ന് കുനിഞ്ഞു കൊടുത്തു അവൻ്റെ പുറത്ത് ചവിട്ടി ഇറങ്ങാൻ. അത് കണ്ടുകൊണ്ട് നിന്ന വേറൊരു, അതായത് ഒരു ബോധമുള്ള ഒരാളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു എന്നൊരു സിനിമ നിങ്ങൾ കണ്ടതാണ്. അത് സിനിമ പറഞ്ഞാൽ, സിനിമയുടെ പേര് ഞാൻ മറന്നുപോയി. ഗോവർദ്ധൻ എന്നാണ് പിടിച്ചെഴുന്നേൽപ്പിച്ച ഡോക്ടറുടെ പേര്. സിനിമയുടെ പേര് ഞാൻ മറന്നുപോയി, എന്താണെന്ന് ഓർമ്മയില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലം ഉണ്ടായിരുന്നു ഇവിടെ എന്നോർക്കുക. അതിൽ നിന്നൊക്കെ നാം സ്വാതന്ത്ര്യം നേടിയെങ്കിൽ അതിൻ്റെ പിന്നിൽ എത്രമാത്രം കഷ്ടപ്പാടുകൾ വന്നിട്ടുണ്ടാവും എന്ന് ആലോചിക്കുക. ഒരു മഹത് വാചകത്തിന് ശേഷം അടുത്തത് കവയിത്രി ബാലാമണിയമ്മയുടെ ബാലലീല എന്ന കവിതയാണ്. ഈ കവിതയിലെന്ന് പറയുന്നത് എന്താണെന്നറിയോ? പറഞ്ഞിരിക്കുന്നത് പമ്പരവും പാവിയും പോരാതായി തെല്ലുമിങ് അമ്പര പോകാതായി ഓലപ്പാമ്പും അമ്മതൻ പൂഞ്ചേല തുമ്പിനി കൈവിട്ടു നമ്മൾക്കെൻ തൊഴരെ പോയി കളിക്കാം. അതായത് ഇവിടെ പാഠത്തിൻ്റെ പേര് നോക്കൂ, ബാലലീല.
അല്ലേ? ബാലലീലയാണ്. അപ്പം നമ്മുടെ എത്ര ഭാവങ്ങളുണ്ടെന്നറിയോ നമുക്ക്? എത്ര അവസ്ഥകളുണ്ടെന്നറിയോ? ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം. ഇതിൽ ശൈശവമാണ് ആദ്യം പറഞ്ഞ ആ സംഭവങ്ങൾ. അതായത് ഇത് പമ്പരവും പാവയും പിന്നെ അമ്മയുടെ സരിത്തുമ്പും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് കളിക്കുന്ന പ്രായം ശൈശവമാണ്. ഇനി നമുക്കതൊക്കെ കളയാം. അവയൊന്നും നമ്മളെ ഇനി നമ്മുടെ ബുദ്ധി വളരുകയാണ്. അപ്പം ഇതൊന്നും നമ്മുടെ ബുദ്ധിക്ക് അല്ലെങ്കിൽ നമ്മളുടെ ആസ്വാദനത്തിന് പിന്നെ പോരായ്മയാണ് ഈ സാധനങ്ങളൊക്കെ. കാര്യം ശൈശവം വിട്ടു ബാല്യത്തിലേക്ക് പ്രവേശിക്കാൻ ഓടിക്കളിച്ച് മനസ്സിലാക്കി ഓടിക്കളിക്കാനുള്ള പ്രായമാവുകയാണ്. അപ്പോൾ ഈ പമ്പരവും പാവയും പോരാതായി. അതൊന്നും ഇനി വേണ്ട. പിന്നെ എന്താണ് വേണ്ടതെന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പം അടുത്ത വീഡിയോയുമായി ഉടനെ എത്താം. എല്ലാവർക്കും താങ്ക് യു.